സൈക്യാട്രി എന്ന് പറയുന്നത് മാനസികാരോഗ്യ ചികിത്സയും അതോടൊപ്പം കൗൺസിലിങ്ങും എല്ലാം ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു ചികിത്സ സ്പെഷ്യാലിറ്റിയാണ്. നമുക്കൊരു ജീവിതത്തിൽ ഒത്തിരി ലൈഫ് ഇവന്റ് ഉണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അത് നേരിടാൻ എൻ്റെ മനസ്സിന്, എൻ്റെ കഴിവിന് അത് നേരിടാൻ പറ്റില്ല എന്ന തോന്നൽ എപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നോ അപ്പോഴാണ് മനസ്സിൽ. അപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ് സ്ട്രെസ്. മനസ്സിന് പ്രശ്നമില്ലാത്ത ആരും ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യാത്ത ഒന്നാണ് നോർമാലിറ്റി. ആരും നോർമലാ, ഞങ്ങളും നോർമലാന്ന് നമ്മൾ പറയത്തില്ല. കാരണം എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഉത്കണ്ഠയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഏത് ലക്ഷ്യമായാലും ഒന്നാമത്തെ ലക്ഷ്യം സാധിച്ചെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യത്തിൽ സന്തോഷം കണ്ടെത്താൻ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ പരിശീലിപ്പിക്കണം. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്ത് ആസ്വദിച്ച് ചെയ്യുന്നു, എവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു, മറ്റുള്ളവരല്ല, കുഞ്ഞുങ്ങൾ എവിടെ സന്തോഷം കണ്ടെത്തുന്നു, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സറിഞ്ഞ് ഉള്ളു നിറഞ്ഞ് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും വർക്കായാലും എത്ര ബിസി ആയാലും ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട്. അപ്പം ജീവിതത്തിൽ എന്ത് ചെയ്താലും എൻജോയ് ചെയ്ത് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ മാത്രമല്ല. ഇന്ന് ഒത്തിരി വിദ്യാർത്ഥികൾ വളരെ കോമ്പറ്റീറ്റീവായി പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണ്. ഇന്നത്തെ ഒരു കോച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു കാലയളവാണ്. ഈ സമയത്താണ് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നേരിടുന്നത്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് എഫക്റ്റീവായിട്ട് സ്ട്രെസ്സിനെയും ടെൻഷൻസിനെയൊക്കെ മാറ്റി ഒരു സക്സസ്ഫുൾ ഒരു ഡോക്ടർ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് ഒരു മത്സരത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. ഏത് പ്രൊഫഷൻ കോഴ്സ് ആയാലും കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നതിനും അത് നേടിയെടുക്കുന്നതിനും ഒക്കെ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ഒരു മത്സരവും അതുപോലെ തന്നെ നിരന്തരമായ പ്രയത്നവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അപ്പം സ്ട്രെസ് അല്ലെങ്കിൽ കുട്ടികളെല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഒരു മാനസിക സമ്മർദ്ദം. ഇന്ന് കേരളത്തിലെ കുട്ടികളിലും അതുപോലെ തന്നെ മാതാപിതാക്കളിലും വളരെ കൂടി വരുന്നു. പലപ്പോഴും ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി, പഠിത്തമായാലും അവരെടുക്കുന്ന ലക്ഷ്യമായാലും അത് എത്രത്തോളം ഉള്ളുകൊണ്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ഒരു മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും, ചെയ്യുന്ന പ്രവൃത്തി ഇഷ്ടപ്പെട്ടാണോ എടുക്കുന്നതെന്ന് തന്നെയാണ് ഒരു സംശയമുള്ള ഈ ഒരു സമ്മർദ്ദത്തിന് കാരണം. കാരണം പലപ്പോഴും പേരൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത്. പേരൻസ് ഒരു ഗോള്, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം പേരൻസിനുണ്ടാവും. അത് പെർസ്യൂ ചെയ്യാൻ കുട്ടികളെ നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു പ്രവൃത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അറിവ് കൊടുക്കുക. ഒരു ഹൈസ്കൂൾ പീരീഡ് ആകുമ്പോഴത്തേക്കും വിവിധ തരത്തിലുള്ള പ്രൊഫഷനുകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ കിട്ടുന്ന അറിവുകളും അതുപോലെ തന്നെ മീഡിയ വഴിയൊക്കെ അവർക്ക് ധാരാളം വിജ്ഞാനം കിട്ടും. അപ്പം അത് എന്നിട്ട് കുട്ടികൾ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടത്തോടു കൂടി ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ ലക്ഷ്യം? അപ്പം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷ്യം, ചില കുഞ്ഞുങ്ങൾ ഒന്നും പറയത്തില്ല. പക്ഷേ ഒരിക്കലും ഞാൻ കുട്ടികളോട് പറയുണ്ടായി, നിങ്ങൾക്ക് ഒരു ഗോളല്ല, ഒരു 2-3 ഗോള് വേണം. അപ്പോൾ ഒരു ഗോള് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഗോളിന് ട്രൈ ചെയ്യണം. അല്ലാതെ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി പഠിച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ അത് താങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് ഏത് ലക്ഷ്യമായാലും ഒന്നാമത്തെ ലക്ഷ്യം സാധിച്ചെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യത്തിൽ സന്തോഷം കണ്ടെത്താൻ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ പരിശീലിപ്പിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ എൻട്രൻസ് കോച്ചിങ് ബ്രില്യൻറ്റിൻ്റെ വേണ്ടിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിൽ കുട്ടികൾ കൂടുതൽ എനിക്ക് IIT ബാച്ച് അല്ലെങ്കിൽ എനിക്ക് മെഡിസിൻ അഡ്മിഷൻ, അതിൽ താഴെ കുഞ്ഞുങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിന് ഈ ഒരു എൻട്രൻസിന് വേണ്ടി അതിലെ ഏറ്റവും മുകളിലത്തെ ലക്ഷ്യമാണിത്. താഴോട്ട് ഒരുപാട് ഈ ഒരു പഠിത്തത്തിലൂടെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് ശിവൻ സാറിൻ്റെയൊക്കെ വീഡിയോ കേട്ടാൽ അറിയാം, എത്രയോ കോഴ്സുകളുണ്ട്. അപ്പം ഒരു ലക്ഷ്യമില്ലെങ്കിൽ സെക്കൻഡ് ഗോൾ. അപ്പം ഞാനൊരിക്കൽ കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കുകയുണ്ടായി ഒരു സൺഡേ സ്കൂളിൽ. അപ്പോൾ കുഞ്ഞുങ്ങളോട് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ഗോളുണ്ട്? പിള്ളേരെല്ലാവർക്കും ഒറ്റ ഗോളാണ്. പറഞ്ഞു ഒരു രണ്ടാമത്തെ ഗോള് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ റിപ്ലൈ ആയിട്ട് ഒരു കുട്ടി അവരുടെ ലീഡർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ആൻറ്റി ക്ലാസ് എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടാമതൊരു ലക്ഷ്യം വേണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു ചോയ്സ് അല്ലെങ്കിൽ മറ്റേ ചോയ്സ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ കുട്ടികളെ അങ്ങ് തളരുവാണ്, അതോടൊപ്പം തന്നെ മാതാപിതാക്കളും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ത് ആസ്വദിച്ച് ചെയ്യുന്നു, എവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു, മറ്റുള്ളവരല്ല, കുഞ്ഞുങ്ങളെവിടെ സന്തോഷം കണ്ടെത്തുന്നു, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ആ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളും കൊടുക്കണം. അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്റേഴ്സും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു എന്താ പറയുക ലൈഫ് സ്കിൽ, ജീവനകല, നമ്മൾ ജീവിക്കുന്നത് എന്തിനാ?
സന്തോഷത്തോടെ ജീവിക്കാൻ, മനസ്സ് നിറഞ്ഞ് ജീവിക്കാൻ. അപ്പോൾ ആ ഒരു ജീവന കല, ലൈഫ് സ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണ്. അവർക്ക് മറ്റുള്ളവരോട് ബന്ധമില്ല, ആരോടും ഒരു കണക്റ്റഡ്നെസ് ഇല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. ഇതൊന്നും അറിയില്ല. ഒരു ബസ്സിൽ കയറി പോകാൻ അറിയില്ല, ഒരു ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, സ്വന്തം ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ അറിയില്ല. ഇതെല്ലാം പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇതൊന്നുമില്ലാതെ ഒരു ലക്ഷ്യത്തിൽ പഠിച്ച് മാത്രം എത്തി കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ജീവിതത്തിൽ എന്ത് ചെയ്താലും എൻജോയ് ചെയ്ത് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ മാത്രമല്ല, ഏത് ലക്ഷ്യമായാലും ജീവിക്കാൻ പഠിപ്പിക്കുക. അതാണ് നമ്മളൊക്കെ പേരൻ്റൽ റോളുള്ള നമ്മൾ, ടീച്ചേഴ്സും പേരൻസും എല്ലാം ഒരേ റോളാണ്, പേരൻ്റൽ റോളാണ്. നമ്മളൊക്കെ ലാക്ക് ചെയ്യുന്നത് അതാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ജീവിക്കാനല്ല, ജീവന കല നമ്മൾ പഠിപ്പിക്കുന്നില്ല. സ്കൂളുകളിൽ തുടങ്ങേണ്ടതാണ്, ചെറുപ്പത്തിലേ തുടങ്ങേണ്ട ഒരു കാര്യമാണത്. ഞാൻ ഇനി ഒരു ചോദ്യം കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതായത് ഒരു 10-20 വർഷത്തെ ഒരു സർവീസ് എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ കാലയളവിലുണ്ടായിരുന്ന ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു ഏജും അവരുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചും ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് വിലയിരുത്തുമ്പം കാര്യമായ ഒരു മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതുപോലെ ഒരു ചോദ്യം കൂടി ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. അതായത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളികളിൽ ടെൻഷൻ കൂടുന്നു, സ്ട്രെസ് കൂടുന്നു, സൂയിസൈഡൽ ടെൻഡൻസി കൂടുന്നു, സക്സസ്ഫുൾ ഡോക്ടേഴ്സ് പോലും സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലമാണ്. ശരിക്കും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? സത്യമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾ എടുത്താലും നമുക്കറിയാം, എല്ലാ ലെവലിലുള്ള വിദ്യാർത്ഥികളും ഒരു മത്സരത്തിൻ്റെ എനിക്ക് എവിടെയെങ്കിലും എത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് വാങ്ങിക്കണം, അങ്ങനെ ഒരു മത്സരം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പം ചോദിച്ച പോലെ ആദ്യം ഞാൻ സൈക്യാട്രിയിൽ കണ്ടത് തീവ്രമായ മാനസിക രോഗമുള്ളവരെയാണെങ്കിൽ ഇന്നിപ്പം മാനസികാരോഗ്യത്തെ സമീപിക്കുന്നത് സാധാരണക്കാരാണ്. കാരണം എല്ലാവരും കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികളെയും കൊണ്ട് വരുന്ന പേരൻസ് ഉണ്ട്. കുട്ടികൾ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണമെന്നില്ല, ഞങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുട്ടികളും ധാരാളമുണ്ട്. അപ്പം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്താണ് ഇപ്പോൾ ലാക്ക് ചെയ്യുന്നത്, മാനസിക രോഗങ്ങളല്ല. മനസ്സിൻ്റെ അനാരോഗ്യം, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അനാരോഗ്യമാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഒന്നാമത് ചിലപ്പം തൊഴിലില്ലായ്മ ഒരു വലിയ കാര്യമായിരിക്കും, പക്ഷെ തൊഴിൽ കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും പറ്റും. തൊഴിൽ നമ്മളുടെ ഒരു മെസ്സേജ് നമ്മൾ സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും പേരൻസിൽ നിന്നും കിട്ടുന്നത് ആരോ നമുക്ക് ജോലി തരണം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജോലി കണ്ടെത്തണം, നമ്മൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അത് നമുക്ക് എന്തെല്ലാം ജോലി, എത്രയോ നിസ്സാര ജോലിയും വലുതാണ്. അതുകൊണ്ട് നമുക്ക് ജീവിച്ചാൽ മതി അല്ലേ, പണം എന്തിനാ, നമുക്ക് ജീവിക്കണം. അപ്പം ജോലി നമ്മളാണ് കണ്ടെത്താറ്, അതായത് നമുക്കാരെയും ജോലി കൊണ്ട് തരികയല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ എനിക്ക് എന്തും പറ്റും. പിന്നെ നമ്മൾ കട്ട് ഡൗൺ, ഞങ്ങളെപ്പോഴും പറയണം, എക്സ്പെക്റ്റേഷൻ കട്ട് ഡൗൺ ചെയ്യുക. പേരൻസ്, എൻ്റെ കുഞ്ഞിന് ഇതാണ് പറ്റുന്നത്, ഇത് വളരെ നന്നായിട്ട് ഏറ്റെടുക്കുക. ഞാനും കുഞ്ഞുങ്ങളും എന്നെ അറിയാൻ, എനിക്ക് ഇതിനാണ് കഴിവ്, അപ്പം ഞാൻ ഇത്, അല്ലെങ്കിൽ എനിക്ക് ഇവിടം വരെ പറ്റുള്ളൂ, അതിൽ ഞാൻ സന്തോഷിക്കുക. അതുപോലെ അത് ഡിഗ്രി ആയാലും +2 ആയാലും അതുകൊണ്ട് എനിക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റും, എനിക്കിതേ പറ്റുള്ളൂ, അതിൽ ഞാൻ സന്തോഷം. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നില്ല. ഏറ്റവും വലിയ മെഡിസിൻ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി കിട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റിയും ചെയ്താൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നില്ല, എന്നൊരിക്കലും ഇല്ല. നമ്മളൊരിക്കലും അങ്ങനെ കുഞ്ഞുങ്ങളോട് പറയരുത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സായ നമ്മളെല്ലാം മാർക്ക് കുറയുമ്പോഴൊക്കെ ഒരിക്കലും നമ്മളൊരു നെഗറ്റീവ് മീനിങ്, പിന്നെയും മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത് കുറഞ്ഞാലും നമുക്ക് വേറെ മാർഗമുണ്ട്, കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് നമ്മൾ കൊച്ചുനാളിലേ തൊട്ട്, ഇത് 1ാം ക്ലാസ്സിൽ തൊട്ടേ കേരളത്തിലൊരു മത്സരമാണ്. ഇപ്പം പുറത്തെ കൺട്രികളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം അവർക്ക് സ്പോർട്സ് ഒരു വിഷയമാണ്, അവർക്ക് കുക്കിംഗ് ഒരു വിഷയമാണ്, അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വിഷയമാണ്. പരീക്ഷയ്ക്ക് പാസ്സാവണം. നമുക്കിവിടെ ഒറ്റ വായിച്ച് പഠിച്ച് തിയറി പഠിച്ച് പരീക്ഷ, അപ്പം ആ ഒരു ചിന്താരീതി തന്നെ വേറെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞിന് ഒരു 100 രൂപ കൊടുത്ത് അടുത്തൊരു ടൗണിൽ പോയി വരാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എവിടെ പോയി ഓട്ടോ പിടിക്കണം, ഏത് ബസ്സിൽ കയറണം. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പം അതൊക്കെ അങ്ങനെ ജീവിക്കാതെ നമ്മുടെ സമൂഹത്തിലുള്ളവർ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, ഇവിടെയൊക്കെ എന്ത് കൃഷിയാണ്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു, എനിക്കൊരു ദിവസം ജീവിക്കാൻ എത്ര പൈസ വേണം. ഞാനിപ്പോൾ എപ്പോഴും കുട്ടികളോട് ചോദിക്കേണ്ട 1 കിലോ അരിക്ക് എന്താ വില, അതും അറിയില്ല. പിങ്ക് കളറുള്ള റേഷൻ കാർഡ് എന്താ, അതും അറിയില്ല. എന്തിനാ വിദ്യാഭ്യാസം എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അപ്പം അതൊക്കെ നമ്മൾ വിദ്യാഭ്യാസത്തെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട കാലഘട്ടത്തിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, അതായത് വിദ്യാർത്ഥികളെ മാത്രം സ്പെസിഫിക് ആയിട്ടല്ല, ഒരു യൂത്ത് ഉൾപ്പെടെയുള്ള ഒരു കാറ്റഗറി, അതായത് ഇപ്പം പഠിക്കുന്നതും പഠിച്ചിറങ്ങിയവരും ജോലിയൊക്കെ നേടുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം.
ഹെൽത്തി എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം അയാളുടെ ഒരു ലൈഫ്, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ്? എന്തൊക്കെ ഹാബിറ്റ് ശ്രദ്ധിക്കണം? ഫുഡ് ഹാബിറ്റ് മുതൽ തുടങ്ങണോ? എങ്ങനെയായിരിക്കണം അയാളുടെ ഒരു വർക്കിംഗ് കൾച്ചർ, ഒരു പേഴ്സണൽ വർക്ക് ലൈഫ് ബാലൻസ്? ഇതൊക്കെ ഒന്ന് മുൻനിർത്തി പറയുവാണെങ്കിൽ എങ്ങനെയൊരു മെൻ്റലി ഹാപ്പി ആകാം, സക്സസ്ഫുൾ ആകാം? പലപ്പോഴും നമ്മൾ ക്വാളിറ്റി ഉള്ള സമയം, എല്ലാവരും പറയും ഭയങ്കര ബിസിയാണ്, പക്ഷെ ഉള്ള സമയത്തിന് എത്ര ക്വാളിറ്റി ഉണ്ട്? നമ്മുടെ മനസ്സിന് സന്തോഷം കണ്ടെത്താൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? പലപ്പോഴും ഞാൻ കുടുംബിനികളോടൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോട് ചോദിക്കാറുണ്ട്, സ്വന്തം ഇഷ്ടമുള്ള കാര്യം എത്ര നേരം ചെയ്യുന്നുണ്ട് ഒരു ദിവസം? പലപ്പോഴും അരമണിക്കൂർ പോലും നമ്മൾ ആരും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ഇഷ്ടമാണ് വായിക്കുന്നതെങ്കിൽ, നമുക്ക് പാട്ട് കേൾക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, നമ്മൾ അരമണിക്കൂർ പോലും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലല്ല നമ്മുടെ ശ്രദ്ധ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മം ചെയ്യുമ്പം നമ്മുടെ മനസ്സ് അവിടെയല്ല. എനിക്ക് എന്തെത്താൻ പറ്റുന്നില്ല, കഴിഞ്ഞ കാലത്തെ എൻ്റെ നഷ്ടങ്ങളെയും അല്ലെങ്കിൽ വരാനിരിക്കുന്ന നേട്ടങ്ങളെയോ എനിക്ക് കിട്ടാത്ത കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സ്. അപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, നമ്മുടെ ഓരോ ദിവസത്തെ അന്നന്നത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പേര് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്, അതിൻ്റെ രുചി അറിയാൻ പറ്റുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മളൊന്ന് നടക്കുമ്പോൾ പരിസരം എത്ര പേര് കാണുന്നുണ്ട്? ഏറ്റവും നടക്കുന്ന വഴിയിൽ ഒരു ചെടിയുടെ ഫോട്ടോ എടുത്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടാവില്ല. അപ്പം ഞാൻ പറയുന്നത്, ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സറിഞ്ഞ് ഉള്ളു നിറഞ്ഞ് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും വർക്കായാലും, എത്ര ബിസി ആയാലും ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട്. ഇപ്പം സമയമോ അല്ലെങ്കിൽ തിരക്കോ ഒന്നുമല്ല, നമ്മൾ എങ്ങനെ ആ പ്രസൻസ്, ആ സമയത്തെ നേരിടുന്നു എന്നുള്ള എനിക്ക് തോന്നിയ ഒരു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ടെൻഷനാണ്. ശരിക്കും ഇത് രണ്ട് സെയിം ആണോ? പലരും ഉപയോഗിക്കുന്നത് ഒന്നാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. എന്താണ് ഇവ തമ്മിലൊരു മേജർ ഡിഫറൻസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിൽ ഒത്തിരി ലൈഫ് ഇവൻ്റ് ഉണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ നേരിടാൻ നമുക്ക് മനസ്സിന് കഴിയില്ല എന്നൊരു തോന്നൽ, അവിടെയാണ് സ്ട്രെസ്സ്. പലപ്പോഴും നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള കാര്യങ്ങളെയാണ് നോക്കുന്നത്. പഠിക്കാൻ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ പരീക്ഷ വരുന്നു, അതിനേക്കാൾ ഉപരി അതെല്ലാവർക്കും ഉള്ളതാണ്. അത് നേരിടാൻ എൻ്റെ മനസ്സിന്, എൻ്റെ കഴിവിന് അത് നേരിടാൻ പറ്റില്ല എന്ന തോന്നൽ എപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നോ അപ്പോഴാണ് മനസ്സിൽ. അപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ് സ്ട്രെസ്സ്, ഒരു ഫീലിംഗ് ആണ്. എനിക്ക് പറ്റത്തില്ല, എൻ്റെ റിസോഴ്സ് കൊണ്ട് എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോന്നൽ. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ +2 ഇപ്പം എൻട്രൻസ് എക്സാം വരുമ്പോൾ ബാക്കി എല്ലാ പരീക്ഷയും നല്ല രീതിയിൽ നേരിട്ട കുട്ടികളായിരിക്കും. പക്ഷെ ഇപ്പോൾ വരുമ്പം ഒരു എൻട്രൻസ് എക്സാം വരുമ്പോൾ അവർ പറയും, എനിക്ക് പറ്റത്തില്ല, എനിക്കിത് ഓർത്തിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പഠിച്ച് തീരത്തില്ല, എനിക്ക് കഴിവില്ല, ഓർമ്മയില്ല, അങ്ങനെയൊക്കെ പറയും. അവർ ആ എൻട്രൻസിനെ വലിയൊരു മലയായിട്ടും എൻ്റെ കഴിവിനെ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് സ്ട്രെസ്സായി മാറും. അപ്പം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വികാരമാണ്, എനിക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നലാണ് സ്ട്രെസ്സ്. അപ്പം അത് എങ്ങനെ നേരിടാന്നുള്ളതാണ് നമുക്കിത് ഉണ്ടാകാതിരിക്കാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനിപ്പോൾ ഞാൻ പറയും, ഒരു ബലമുള്ള ഭിത്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ചൈനയിലെ വൻമതിലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും തകരത്തില്ല. അതുപോലെ നമ്മുടെ സ്ട്രോങ് മനസ്സെന്നൊക്കെ പറയും. നമ്മുടെ സ്ട്രെസ്സ് ഉണ്ടാകാതിരിക്കാൻ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തൊട്ടേ അവർക്ക് ചില റിസോഴ്സസ് ഉണ്ട്, നമ്മുടെ ബാങ്ക് ബാലൻസ് പോലെ മനസ്സിന്. അപ്പം അതിനെ ശക്തിപ്പെടുത്താനുള്ള ചില മാർഗങ്ങളുണ്ട്. ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നല്ല റിലേഷൻഷിപ്സ്, നല്ല ബന്ധങ്ങൾ, നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവുക. എന്തെങ്കിലും വരുമ്പോൾ അവരെ ഒന്ന് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ നല്ല അങ്കിളും ആൻറ്റിയും, നല്ല അച്ഛനും അമ്മയും, കുടുംബം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്, എനിക്ക് ബ്രില്യൻറ്റിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പഠിക്കാനുള്ള സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഫോൺ ചെയ്ത് അച്ഛനോടും അമ്മയോടും അതല്ലായിരിക്കും, വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ എൻ്റെ സ്ട്രെസ്സ് കുറയും. അപ്പം നല്ലൊരു റിലേഷൻഷിപ്പ് വളരെ നല്ലൊരു റിസോഴ്സാണ്. അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അത് ഏറ്റവും വളരെ ഹെൽത്തിയാണ്. അതുപോലെ ഫിസിക്കൽ റിസർവ്, നല്ല എക്സസൈസ്, ബാലൻസ് ഫുഡ്, പിന്നെ നല്ല ആരോഗ്യം. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് വരുന്ന പല സ്വഭാവവിശേഷങ്ങളും സ്ട്രെസ്സിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം, അതുപോലെ എൻ്റെ മനസ്സിന് റിലാക്സേഷനായിട്ട് ഒരു 2 മണിക്കൂർ പഠിച്ചിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കുകയാണ്, ഞാൻ പറയാം 2 മണിക്കൂർ ഞാൻ പഠിച്ചിട്ട് ഞാൻ അരമണിക്കൂർ പാട്ട് കേൾക്കും, എന്താ കുഴപ്പം? അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് നന്നായി അപ്പോൾ സ്ട്രെസ് ബസ്റ്റേഴ്സാണ് അതൊക്കെ, സ്ട്രെസ്സിനെ കുറയ്ക്കാൻ. ഇപ്പോൾ സ്പോർട്സ് വളരെ നല്ലൊരു സ്ട്രെസ് ബസ്റ്ററാണ്. ഇപ്പം നാളെ എനിക്കൊരു ചെറിയ ട്രിപ്പ് പോകാം, ഇന്ന് ഞാൻ ഫുൾ പഠിക്കും. അപ്പം ഒരുപാട് മനസ്സിൻ്റെ ശക്തിയെ കൂട്ടുന്ന റിസോഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. നിസ്സാര കാര്യങ്ങളായിരിക്കും. പോയി ഒരു ഐസ്ക്രീം കഴിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാം. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനു മുമ്പിൽ ഞാനൊരു കടമ ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ സ്ട്രെസ്സിനെ നേരിടാൻ ഒരുപാട് വഴികൾ കുഞ്ഞുങ്ങൾക്കുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കാഞ്ഞിട്ടാണ്. ഉദാഹരണത്തിന് എൻ്റെ മൂത്ത മോള് ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച്
റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സാണ് കുഞ്ഞുങ്ങളെല്ലാവരും. എനിക്ക് സൈക്കാട്രിസ്റ്റ് എന്ന നിലയിലും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിന്നൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ വരാറുണ്ട്. കാരണം അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെ പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ. അപ്പം അതൊരു സ്ട്രെസ്ഫുൾ പീരീഡ് ആണ്, നമുക്കറിയാം. ഒരു വർഷം കൊണ്ട് ഈ 2 വർഷത്തെ മൊത്തം പഠിക്കുകയും സ്കോർ അതിനനുസരിച്ച് എപ്പോഴും പരീക്ഷ വരുമ്പം സ്കോർ ഉയർത്തിക്കൊണ്ടിരിക്കുകയും ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അപ്പം മൂത്ത എൻ്റെ മോൾ എൽസ പറഞ്ഞ അനുസരിച്ച് എനിക്കറിയാം, റിപ്പീറ്റേഴ്സ് ബാച്ച് ബ്രില്യൻ്റ്, നല്ല ഹോസ്റ്റൽ, നല്ല ഫുഡ്, നല്ല അന്തരീക്ഷം, അവർക്ക് വേറെ ഒന്നും ഓർക്കണ്ട, പഠിച്ചാൽ മതി. പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പും വളരെ നല്ലൊരു ഹോസ്റ്റൽ അന്തരീക്ഷം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്നാക്സ് പോലും വളരെ നല്ല രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യും, നല്ല ക്യാമ്പസും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക, കൂട്ടുകാരോട് മിണ്ടുക, നല്ല നല്ല ഫുഡ് കഴിക്കുക. എൽസ പറഞ്ഞതനുസരിച്ച് വളരെ ഒരു പ്ലസൻറ്റ് പീരീഡ് ആയിരുന്നു റിപ്പീറ്റേഴ്സ് ബാച്ചിൽ. അപ്പം നമ്മൾ ഒരു കാലഘട്ടത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മുടെ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുക, നമ്മൾ എങ്ങനെ എടുക്കുന്നു. അയ്യോ ഒരു വർഷം വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുപ്പാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോലെ പോയാൽ കടുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് ഞാൻ ഒരു വർഷം പഠിക്കും, കിട്ടിയാൽ കിട്ടട്ടെ, സോ അന്നേരം നമുക്ക് നേടാനും പറ്റും. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എങ്ങനെ എടുക്കുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിപ്പിടിക്കുക, അത് തന്നെ. മാം, ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, ടെൻഷനുണ്ട്. പക്ഷേ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത്രമാത്രം സ്ട്രെസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതെനിക്ക് വളരെ ഡേഞ്ചർ ആയിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട, ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ട, ഒരു ഹെൽപ്പ് എടുക്കേണ്ട സമയം ആയി എന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് ആ ഒരു ഹെൽത്തിലേക്ക്, ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ എത്തേണ്ടത്? ഓക്കെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ശരിക്കും നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ, നമ്മളെപ്പോൾ സഹായം തേടണം. നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ചില ലക്ഷണങ്ങൾ കാണാം സ്ട്രെസ്സ് നമുക്ക് അമിതമാകുമ്പോൾ. മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല, അമിതമായ പിരിവിരിപ്പ്, റെസ്റ്റ്ലെസ്നെസ്, എനിക്ക് എണീറ്റ് നടക്കണം, ഇരിക്കാൻ പറ്റുന്നില്ല, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ തലവേദന, അല്ലെങ്കിൽ കരയണം എന്ന് തോന്നുക, മനസ്സിൽ എന്തോ തങ്ങി നിൽക്കുന്ന പോലെ, ശരീരത്തിന് നെഞ്ചിന് ഭാരം, തലയ്ക്ക് മരപ്പ്, അങ്ങനെ പല പല മാനസിക ബുദ്ധിമുട്ടുകൾ, സങ്കടം, അമിതമായ ഉത്കണ്ഠ, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുക. അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട്, ശരീരത്തിന് ക്ഷീണം, പോയി കിടക്കണമെന്നുള്ള തോന്നൽ, അതുപോലെ തന്നെ അമിതമായ പിരിമുറുക്കം പോലെ നെറ്റിയൊക്കെ മുറുകി തലവേദന എടുക്കുക, ഇങ്ങനെ പല പല ശാരീരിക ലക്ഷണങ്ങളും. അതുപോലെ തന്നെ മാനസിക ലക്ഷണം, ഉറക്കക്കുറവ്, പ്രത്യേകിച്ചും ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ്, വിശപ്പ് കുറവ്, ഇതൊക്കെ തോന്നിയാൽ, ഇതൊക്കെ തോന്നാൻ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഒരു മാനസികാരോഗ്യ രംഗത്തിൻ്റെ സഹായമൊക്കെ തേടാൻ എല്ലാവർക്കും മടിയാണ്, ഒരു സ്റ്റിഗ്മ, ഒരു നാണക്കേടാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ആ കാലഘട്ടമൊക്കെ ഇപ്പം മാറി വരികയാണ്. ധാരാളം കുട്ടികളും അതുപോലെ മുതിർന്നവരും ഇങ്ങനെ ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. സ്ട്രെസ് വരുമ്പോഴോ വരുന്നതിന് മുമ്പ് തന്നെ പോസിറ്റീവായിട്ട് എങ്ങനെ നേരിടാം, എനിക്ക് ഈ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നൊക്കെ ചോദിച്ചാൽ, അപ്പം അതൊരു മോശമായ ഒരു കാര്യമല്ല. നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ പോസിറ്റീവായിട്ട് നേരിടാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒത്തിരി വിദ്യാർത്ഥികൾ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൽ തന്നെ ചിലരുടെയൊക്കെ ഒരു ഡ്രീം ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു ഡ്രീം പൊസിഷനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുക, ഒരു എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു മാമിൻ്റെ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ സാധിക്കുക? അതായത് ഒരു സൈക്കാട്രി പഠിച്ച് സ്പെഷ്യലൈസേഷൻ ചെയ്ത് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കത്തക്ക രീതിയിൽ എങ്ങനെയാണ് സമൂഹത്തെ ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എന്തൊക്കെ പഠിക്കണം അതിനു വേണ്ടി? തീർച്ചയായിട്ടും മെഡിസിൻ അസച്ച്, മെഡിസിൻ തന്നെ നമ്മൾ ഒരിക്കലും കുറച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊരു പകുതി വശമെങ്കിലും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ ഇറങ്ങിയാലേ നമുക്ക് ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് നമ്മുടെയും മറ്റുള്ളവരുടെയും സന്തോഷമാണല്ലോ. പലപ്പോഴും ഏത് സ്പെഷ്യാലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ച് കുട്ടികൾ വരാറുണ്ട്. അപ്പം അതിനേക്കാൾ ഉപരി നമുക്ക് ഏതാണ് ഇഷ്ടം, ഏതാണ് താല്പര്യം. ഒന്നാമത് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത് എൻട്രൻസ് എഴുതി ഏതെങ്കിലും ഒരു മെഡിസിൻ MBBS എടുക്കണം. സൈക്യാട്രി എന്ന് പറയുന്നത് മാനസികാരോഗ്യ ചികിത്സയും അതോടൊപ്പം കൗൺസിലിങ്ങും എല്ലാം ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു ചികിത്സ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെതായ പഠിത്തം MBBS ആദ്യം വേണം. അപ്പോൾ MBBS നമുക്ക് ഇഷ്ടമുള്ള പഠിച്ച MBBSൻ്റെ എങ്ങനെ എടുക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. MBBSന് ശേഷം നമ്മുടെ PG പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയുള്ള എൻട്രൻസ് എഴുതി MD സൈക്യാട്രി ഉണ്ട്. അപ്പോൾ MD സൈക്യാട്രി 3 വർഷം കോഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു സൈക്യാട്രിസ്റ്റ്, ഒരു ജൂനിയർ സൈക്യാട്രിസ്റ്റായി പാസ്സാവുന്നത്. അതിനുശേഷം നമ്മൾ വേരിയസ് സീനിയർ സൈക്യാട്രിസ്റ്റിൻ്റെ അണ്ടറിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ റെസിഡൻസി ഒക്കെ ചെയ്ത് നമ്മളൊരു പരിചയത്തിലോട്ടൊക്കെ വന്നാണ് നമ്മളൊരു സീനിയർ സൈക്യാട്രിസ്റ്റായിട്ട് എടുക്കുന്നത്. വളരെ നല്ലൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് വളരെ നല്ല ഒരു മേഖലയാണ് മാനസികാരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ. കാരണം മനസ്സിന് പ്രശ്നമില്ലാത്ത ആരും ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല, നമ്മൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യാത്ത ഒന്നാണ് നോർമാലിറ്റി. ആരും നോർമലാണ്, ഞങ്ങളും നോർമലാണ് നമ്മൾ പറയത്തില്ല. കാരണം എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഉത്കണ്ഠയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്.
അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാനും, അതുപോലെ എല്ലാ രോഗികൾ മാത്രമല്ല നമ്മുടെ ഒ പി, പലരും നമ്മുടെ ഒ പിയുടെ ഒക്കെ മുമ്പിൽ ഒന്ന് നോക്കാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം. അങ്ങനെ ഒരിക്കലും കാണാൻ വഴിയില്ല, കാരണം വളരെ നല്ല ചികിത്സാവിധികൾ ലഭ്യമാണ്, നിങ്ങൾക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ സാധാരണ എല്ലാവരും ഒരു മാനസികാരോഗ്യ രംഗത്തെ സമീപിക്കുന്നതിന് ഒരു മോശവും കാണിക്കേണ്ടതില്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൻ്റെ രോഗം മാറ്റുന്നത് വളരെ വലിയ കാര്യമാണ്. അതിനേക്കാൾ ഉപരി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയേക്കുന്ന ഒരു വിഷാദ രോഗമോ ഒരു ഡിപ്രഷനോ ഒരു ഉത്കണ്ഠയോ ഒക്കെ മാറി വരുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം, നമുക്കത് ഏറ്റവും ഒരു കൃതാർത്ഥത നൽകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഏറ്റവും മികച്ച പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ, ഒരുപക്ഷെ മജോറിറ്റി വിദ്യാർത്ഥികൾക്കും ഒരേ അഭിപ്രായമായിരിക്കും ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ തന്നെ. എങ്ങനെയാണ് അവർ ഇത്രമാത്രം അതിലേക്ക് ഇൻസ്പയർഡ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സമീപത്തുള്ള ചുറ്റുവട്ടത്തുള്ള ഡോക്ടേഴ്സിനെ കണ്ടു തന്നെയാണ്, ഡോക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടു തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ കേരളത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരെടുത്ത് ചെന്ന് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം വിദ്യാർത്ഥികൾക്ക് ഇൻസ്പയറിംഗ് ആകുന്ന രീതിയിൽ ഞങ്ങൾ അവർക്കോട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ ഏറ്റവും തുറന്നമായി ജെന്യുവനായിട്ട് ഞങ്ങളോട് സംവദിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തെ ഒരു പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു MBBS ജേർണിയിലേക്ക്, ഇനി ഒരു പക്ഷേ ഒരു സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ, ഒരു പക്ഷേ ഒരു പ്ലാസ്റ്റിക് സർജൻ ആകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ, എല്ലാവർക്കും വേണ്ട ഇൻഫർമേഷൻസ്, ഗൈഡൻസ്, സജഷൻസ് തന്നു കഴിഞ്ഞു. സോ താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.